ടിക്കറ്റ് നിരക്കുകൾ നിശ്ചയിക്കുന്നതിൽ വിവാദ നിലപാടുമായി ഇന്ത്യൻ റെയിൽവേ. അതെന്താ പരിപാടി? നിരക്കുകൾ നിശ്ചയിക്കുന്നത് വ്യാപാര രഹസ്യമാണെന്നും മാനദണ്ഡം വെളിപ്പെടുത്താനാകില്ലെന്നും ഇന്ത്യൻ റെയിൽവേ. അതിന് ഇന്ത്യൻ റെയിൽവേക്ക് കോമ്പറ്റീറ്റേഴ്സ് ആരും ഇല്ലല്ലോ, പിന്നെ എന്ത് വ്യാപാര രഹസ്യം? വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിനാണ് മറുപടി. പി ആർ സുനിലുണ്ട്. പി ആർ സുനിൽ, നമ്മുടെ രാജ്യത്തെ റെയിൽവേ ദേശസാൽവൽക്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ റെയിൽവേയോട് മത്സരിക്കാൻ മറ്റ് സ്വകാര്യ ഏജൻസികളില്ല. അതിനിടയിൽ ഇപ്പോൾ വിചിത്രമായ വിവരാവകാശ നിയമമാണ്, നമുക്ക് പ്രകാരമുള്ള മറുപടിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ റെയിൽവേ എങ്ങനെയാണ് നിരക്ക് കൂട്ടുന്നത് എന്ന ചോദ്യത്തിന് എന്ത് മറുപടിയാണ് കിട്ടിയത്? അരുൺ, രാജ്യത്ത് അദാനിയോ അംബാനിയോ നടത്തുന്ന കമ്പനി പോലെയാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ മറുപടി എന്ന് പറയുന്നത്. റെയിൽവേ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇനിയിപ്പോൾ മത്സരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, സർക്കാർ സ്ഥാപനമാണ്. ആ സർക്കാർ സ്ഥാപനത്തിൽ എങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ തീരുമാനിക്കുന്നത് എന്നത് ചോദ്യം വന്നാൽ അതിന് മറുപടി പറയേണ്ട എല്ലാ ബാധ്യതയും ഉത്തരവാദിത്വവും റെയിൽവേക്കുണ്ട്. പക്ഷേ വിവരാവകാശ നിയമപ്രകാരം വന്ന മറുപടി ചോദ്യത്തിന് റെയിൽവേ മന്ത്രാലയം നൽകിയിരിക്കുന്ന മറുപടിയാണ് ഇതൊരു ട്രേഡ് സീക്രട്ടാണ്, അതുകൊണ്ട് ഇത് വെളിപ്പെടുത്താനാകില്ല എന്നത്. യാത്രാ ടിക്കറ്റുകൾ നിശ്ചയിക്കുന്നതിൽ അതിൽ സാധാരണ ടിക്കറ്റുകൾ, ഒപ്പം തന്നെ ഫ്ലെക്സി ടിക്കറ്റുകളുണ്ട്, തൽക്കാൽ ടിക്കറ്റുകളുണ്ട്. അപ്പോൾ ഈ ടിക്കറ്റുകളിൽ എങ്ങനെയാണ് നിരക്ക് നിശ്ചയിക്കുന്നത്? ഇതായിരുന്നു വിവരാവകാശ നിയമപ്രകാരം വന്ന ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിനാണ് ഇപ്പോൾ റെയിൽവേ മന്ത്രാലയം പറയുന്നത് ഇതൊരു ട്രേഡ് സീക്രട്ടാണ്, വ്യാപാര രഹസ്യമാണ്, അതുകൊണ്ട് വെളിപ്പെടുത്താനാകില്ല എന്നത്. ഈ RTI നിയമത്തിലെ 8(1)(b) പ്രകാരം മറുപടി നൽകാനാകില്ല എന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പറയുന്നത്. പ്രധാനമായും ഈ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അതുപോലെ തന്നെ വ്യാപാര രഹസ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അതുപോലെ ഈ പ്രൈവസിയെ ബാധിക്കുന്ന വിഷയത്തിൽ ഒക്കെയാണ് ഈ മറുപടി നൽകേണ്ടതില്ല എന്നൊരു സാഹചര്യമുള്ളത്. അതിനാണ് ഈ RTI നിയമത്തിലെ 8(1)(b) വകുപ്പുള്ളത്. പക്ഷേ അങ്ങനെ ഒരു വകുപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ചോദ്യത്തിന് മറുപടി നൽകാത്ത സാഹചര്യമാണ്. ഏതായാലും എങ്ങനെയാണൊരു യാത്രാ നിരക്ക് നിശ്ചയിക്കുന്നത് എന്ന് പറയുന്നതിന് റെയിൽവേക്ക് എന്താണ് മടി എന്ന കാര്യം വ്യക്തമല്ല. സ്വകാര്യ കമ്പനികൾ അക്കാര്യം പറയുന്നത് മനസ്സിലാക്കാം. പക്ഷേ രാജ്യത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഇങ്ങനെ ഒരു മറുപടി നൽകിയതിലെ ഒരു വിചിത്രമായൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതെ, വിചിത്രമാണെന്ന് പറഞ്ഞാലും പോരാ, അതിവിചിത്രം എന്ന് തന്നെ പറയണം. താങ്ക് യു പി ആർ സുനിൽ. റെയിൽവേ അടുത്ത് നമ്മൾ ചോദിച്ചു, ഈ റെയിൽവേ നിരക്കൊക്കെ വർദ്ധിപ്പിക്കുന്നതിന്റെ കാരണം ഒന്ന് പറയാമോ? അത് എങ്ങനെയാണ് നിങ്ങൾ ഈ റെയിൽവേ നിരക്ക് വർദ്ധിപ്പിക്കുന്നത്? റെയിൽവേയുടെ മറുപടി അതൊന്നും പറയാൻ പറ്റത്തില്ല, വ്യാപാര രഹസ്യമാണ്. സാർ, റെയിൽവേ ആരുടെയും തറവാട്ട് സ്വത്തൊന്നുമല്ല, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമാണ്. നമ്മുടെ നികുതി പണം കൊണ്ട്, നമ്മുടെ പാസഞ്ചേഴ്സിന്റെ ശമ്പളം കൊണ്ട് വാങ്ങുന്നത്. സ്വന്തമായിട്ട് അതിനൊരു വകുപ്പ് മന്ത്രിയുമുണ്ട്. റിലയൻസിന്റെയോ അദാനിയുടെയോ രഹസ്യ വിവരങ്ങളല്ലല്ലോ ചോദിച്ചത്. പെപ്സിയുടെയോ കോളയുടെയോ രഹസ്യക്കൂട്ടിനെ കുറിച്ചല്ലല്ലോ ചോദിച്ചത്. ഇൻഡിഗോ വിമാനത്തിനെ കുറിച്ചല്ലല്ലോ ചോദിച്ചത്. നമ്മുടെ സ്വന്തം ഇന്ത്യൻ റെയിൽവേയെ കുറിച്ചല്ലേ. സതേൺ റെയിൽവേയെക്കുറിച്ചും നോർത്തേൺ റെയിൽവേയെക്കുറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ അത് വ്യാപാര രഹസ്യമാണെന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് ആ വിവരം തടയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. നമുക്കറിയണം നമ്മുടെ റെയിൽവേ എങ്ങനെയാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. അതറിയാനുള്ള അവകാശം നമുക്കില്ലേ? അപ്പം അതൊരു സ്വകാര്യ കമ്പനിയാണോ? അല്ല.